മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് താരരാജാക്കന്മാരായി ജീവിച്ചവരുണ്ട് ഇവിടെ. അവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ആഡംബര അപ്പാർട്ട്മെന്റ് ഇല്ല. പക്ഷെ ഖാൻമാരും ബോളിവുഡ് ബിഗ്ഗികളും താമസിക്കുന്ന സ്ഥലത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് പൃഥ്വിരാജിന് അത് സാധിച്ചുവെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഈ എമ്പുരാൻ. BJP വക്താവ് യുവരാജ് ഗോകുലിന്റെ പ്രതികരണം എങ്ങനെയാണ്? തന്നെയുമല്ല, എമ്പുരാൻ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തതിന് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് BJP വക്താവ് യുവരാജ് ഗോകുൽ. അറിഞ്ഞിടത്തോളം സിനിമയിലെ വില്ലന്മാർ, ആഭ്യന്തരമന്ത്രി, ഇന്റലിജൻസ് ബ്യൂറോ ഇതൊക്കെയാണ്. നായകൻ ലഷ്കർ-ഇ തോയ്ബയും 6 മാസം കുത്തിയിരുന്ന ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാര്യൻ കുന്നന്റെ ജീവിതശൈലി അന്വേഷിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടേണ്ടതാണ് എന്നും യുവരാജ് പറയുന്നു. ആ സിനിമയുടെ പോസ്റ്റർ ഒരു ദിവസമെങ്കിലും ഷെയർ ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു. എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരുന്നു എന്നും യുവരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. മുംബൈയിൽ 30 കോടിയുടെ ആഡംബര വസതി, ബോളിവുഡ് താരങ്ങളുടെ ബംഗ്ലാവുകളുള്ള ബാലി ഹിൽസിലാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രീമ 2971 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റ് സ്വന്തമാക്കിയത്. ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് ഈ വസതി വാങ്ങിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സ് ആണ് ഈ വിവരം പുറത്തുവിട്ടിരുന്നത്. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ 1.84 കോടിയും രജിസ്ട്രേഷൻ ഫീസായി 30,000 രൂപയും അടച്ചിരുന്നു. 4 കാറുകൾ പാർക്ക് ചെയ്യാം. നിലവിൽ ഇതേ ഏരിയയിൽ തന്നെ 17 കോടിയുടെ ഫ്ളാറ്റും പൃഥ്വിരാജിനുണ്ടായിരുന്നു. രൺവീർ സിംഗ്, തൃപ്തി ദിംറി, KL രാഹുൽ, അത്രിയ ഷെട്ടി തുടങ്ങിയവർക്കും ആഡംബര വസതികൾ ബാന്ദ്ര പാലി ഹിൽസിലുണ്ട്. നടിയും MP-യുമായ കങ്കണ റണൌട്ട് 2017 20 കോടി രൂപയ്ക്ക് ഇവിടെ വാങ്ങിയ വീട് 32 കോടി രൂപയ്ക്കാണ് പിന്നീട് വിറ്റത്. മുംബൈയിൽ 30 കോടിയുടെ ആഡംബര വസതി സ്വന്തമാക്കിയ പൃഥ്വിരാജ് മകളെ പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളാണ്. മകളെ അംബാനി സ്കൂളിൽ ചേർക്കാൻ പൃഥ്വി നൽകിയതും ചില്ലറ തുകയില്ല. സ്കൂളിലെ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം പ്രീ പ്രൈമറിയിലെയും സീനിയർ സെക്കൻഡറിയിലെയും വാർഷിക ഫീസിൽ വ്യത്യാസമുണ്ട്. KG മുതൽ 7ാം ക്ലാസ് വരെ ഏകദേശം 1.7 ലക്ഷം രൂപയാണ് ഫീസ്. അങ്ങനെ നോക്കുമ്പോൾ മാസത്തിൽ ഏകദേശം 14,000 രൂപയോളം ചിലവ് വരും. 8 മുതൽ 10 വരെ 5.9 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. 11, 12 ക്ലാസ്സുകളിൽ ഇതിലും കൂടും. അവർക്ക് 9.65 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ വേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജിന് എതിരെയാണ്. ഉണ്ണി മുകുന്ദൻ എന്ന ദേശീയവാദി ചെക്കൻ മാർക്കോ ചെയ്തപ്പോൾ അതിലെ വയലൻസ് കുട്ടികളെ ബാധിക്കുമെന്ന് നറേറ്റ് ചെയ്തവർ ഗോദ്രയുടെ പൃഥ്വിരാജ് പക്ഷം കണ്ടപ്പോൾ അത് സമൂഹത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നതുമില്ല, പറയുന്നതുമില്ല. അങ്ങനെ നോക്കുമ്പോൾ പൃഥ്വിരാജ്, മുരളി ഗോപിയും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലനും കൃത്യമായ പ്രൊപ്പഗണ്ടയിൽ തന്നെയാണ് ഈ പടം ചെയ്തത് എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അവർ അറിഞ്ഞു തന്നെ കൈവച്ച തീപ്പട്ടിക്കൊള്ളിയാണ്. അതിനവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുമുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നത് നല്ലതല്ലാത്തൊരു വിഷയത്തെ മോഹൻലാലിനെ പോലൊരു നടനെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിൽ മോഹൻലാലിന്റെ CD ഉണ്ട് എന്ന് ന്യായമായും കരുതാമെന്നും ചില വിമർശനങ്ങളുണ്ട്. നിങ്ങൾ ഇതിൽ കൈവയ്ക്കരുതായിരുന്നു മഹാനട. നിങ്ങൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണമുണ്ടായിട്ടും പോകാതിരുന്ന ആ ഒരു കരുതലുണ്ടല്ലോ, ആ കരുതലിന് എമ്പുരാനിൽ കൊടുത്ത വില അത് കാണുമ്പോൾ കംപ്ലീറ്റ് റീകൗണ്ട് ചെയ്യേണ്ടി വരും. അത് ആവശ്യവുമാണ്. ഇനി നിങ്ങളെ എമ്പുരാന് ശേഷവും മുമ്പുള്ള ലാലപ്പനായി കാണണമെന്ന് സാരം. പഴയ തിരുവനന്തപുരം ചങ്ങാതിമാരിൽ നിന്ന് മാറി മോഹൻലാൽ എന്ന നടൻ ആന്റണി പെരുമ്പാവൂരിന്റെയും വാര്യം കുന്നൻ പൃഥ്വിരാജിന്റെയും മുരളി ഗോപിയുടെ ഇല്ലുമിനാറ്റി കോൺഗ്രസിലും എത്തിയ അസ്വസ്ഥതകളാണ് നിർമ്മാതാവ് സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുണ്ടായ കടിപിടിയുടെ കാതൽ എന്ന് പറയാൻ. ഇവിടുത്തെ പ്രബുദ്ധർക്ക് പറ്റുന്നില്ലെങ്കിൽ അത് അറിയാവുന്നവർ ഇവിടെ ഉണ്ട് എന്ന വിമർശനങ്ങളും ഇപ്പോൾ മോഹൻലാലിനെതിരെയും ശക്തമാവുകയാണ്. എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന ഈ ചലച്ചിത്രം വളരെ വലിയൊരു ഞെട്ടലാണ് ഈ ഒരു ദിവസം കൊണ്ട് കേരള ചലച്ചിത്ര സമൂഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.